നമസ്കാരം കേട്ടാ. നമ്മുടെ സജി ചെറിയാനില്ലേ, മുൻ മന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടാ. സുഗതനില്ലേ, കാപ്പ കേസില് അകത്ത് പോയിട്ടുള്ള സുഗതൻ, ഇക്കണക്കിന് പോയാൽ സുഗതനെ പിന്നെ BJP-ക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് മേയറുമാക്കും, അതുകൂടാതെ ഗവർണറുമാക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. സജി ചെറിയൻ സാറിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഒരു അബ്കാരിയല്ലേ? ബാറ് മുതലാളിമാര് ബാറുകളിലൂടെ ഒഴുക്കുന്നത് അമൃതൊന്നുമല്ലല്ലോ. അവര് ജനങ്ങളെ കുടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങയെപ്പോലുള്ള ബാറ് മുതലാളിമാർക്ക് ഇവിടെ മന്ത്രിയാകാമെങ്കിൽ നിയമസഭയിൽ കയ്യാങ്കളി നടത്തി കമ്പ്യൂട്ടറുകളും സ്പീക്കറുടെ കസേരകളും അടിച്ചു തകർത്തിട്ട് ഡെസ്കിന്റെ മണ്ടയിൽ കയറി നിന്ന് ആഭാസ നൃത്തം ചെയ്ത നമ്മുടെ ശിവൻകുട്ടി അണ്ണന് വിദ്യാഭ്യാസ മന്ത്രി ആകാമെങ്കിൽ കണ്ണൂരിലെ പോലീസ് സ്റ്റേഷനിൽ ബോംബെറിഞ്ഞ പ്രതിക്ക് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം കേസുകളിൽ നിന്നും പെടാത്ത സുഗതന് ഗവർണറായിക്കൂടാ, BJPയുടെ തിരുവനന്തപുരം മേയറായിക്കൂടാ? നിങ്ങൾക്കൊക്കെ ഇതെല്ലാം ആകാം, മറ്റുള്ളവർക്ക് ഒന്നും പാടില്ല. അതായത് അമ്മായിയമ്മയ്ക്ക് അടുപ്പിലുമാകാം, മരുമകൾക്ക് പറമ്പിലും പാടില്ല എന്നുള്ള സ്ഥിതിവിശേഷം, അത് അംഗീകരിക്കാൻ ഒത്തിരി പ്രയാസമുണ്ട് സജി ചെറിയാൻ സാറേ. ഇത് നിങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ സുഗതനുമേൽ കെട്ടിച്ചമച്ച രാഷ്ട്രീയ പ്രേരിതമായ കേസുകളാണെന്ന് വളരെ വ്യക്തമാണ്. അതിന് ഉദാഹരണമാണ് സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വട്ടിയൂർക്കാവിലുള്ള ഒരു SI അതിനകത്ത് കടന്നുകൂടുകയും സുഗതനെ വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. നരേന്ദ്രപ്രസാദിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല്, വാളമീനിനെ പിടിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ പിടിക്കും, എന്നിട്ട് നിന്നെ പിടിച്ച് അകത്തിടും, പിന്നെ നീ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടെന്ന് വരുമെന്ന് ഭീഷണിപ്പെടുത്തിയ SI ഏമാനെ ഒന്ന് നമിക്കണം. ആ SI ഏമാൻ അങ്ങ് കോടതി ചെന്നപ്പോ കോടതി എടുത്തിട്ടൊന്ന് അലക്കി. കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ ആ ജയിലിൽ നിന്ന് വരുന്ന പോലീസുകാരല്ലാതെ മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ അനുഗമിക്കാൻ നിയമപരമായിട്ട് യാതൊരു അവകാശവുമില്ല. അതെല്ലാം വകവച്ചിട്ടാണ് ഈ SI ഈ വാഹനത്തിലൂടെ കയറി പോയിരിക്കുന്നത്, സുഗതനെ ഭീഷണിപ്പെടുത്തിയത്. ഇത് സുഗതൻ കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതി അത് അംഗീകരിച്ചു. കോടതി പറഞ്ഞു, ഇത് തീർത്തും ശരിയല്ലാത്ത നടപടിയാണ്, ഇത് നിയമപരമായി തെറ്റാണ്. 4 ദിവസം സുഗതനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട പോലീസിന് കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി നേരിടുകയായിരുന്നു. അവസാനം വെറും 4-5 മണിക്കൂർ മാത്രമാണ് സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇരുന്നപ്പോൾ സുഗതന മേൽ അടിച്ചേൽപ്പിച്ച കാപ്പ കേസാണിത്.